സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഒന്നുമില്ല, എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഞാൻ ഏത് ഫോർമേഷനാണ് യൂസ് ആക്കുന്നത്, അതുപോലെ തന്നെ ഏത് പ്ലെയർ സ്റ്റൈലാണ്, ഏതൊക്കെ പ്ലെയേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ ഇൻട്രസ്റ്റുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ ഗെയിം കളിക്കുന്ന ഫീൽഡിൽ കാല് പൊക്കിയത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ പോകാം. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ ലെറ്റ്സ് വീഡിയോ കട്ട് ചെയ്യണില്ല. അപ്പോൾ എൻ്റെ ഈ നേരെ ബാക്കിൽ കാണുന്ന ഫോർമേഷൻ അഥവാ ടീമാണ് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൻ്റെ ടീം. ഓക്കെ, ഇത് ഞാൻ കറൻറ്റ്ലി യൂസ് ആക്കുന്നത് 4-1-1-4 എന്ന ഫോർമേഷനാണ്. അതും ഔട്ട് വൈഡ് ആണ്. പിന്നെ ഈ കോച്ചിന് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് കിട്ടിയ കോച്ചാണ് തോന്നുന്നു. അല്ല, അപ്പോൾ ഞാൻ ഈ അക്കൗണ്ടിലൊന്നും കോൺഷ്യസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ മാനേജർ എടുത്തിട്ടില്ല. അതൊന്നും GP കൊടുത്ത് മേടിച്ചതാണോ എന്ന് അറിയില്ല. എന്തായാലും ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലുണ്ടാകും. ഈ ഒരു മാനേജർ ഔട്ട് വൈഡ് മാനേജറാണ്. മീൻസ് അതാണ് അതിൽ ഏറ്റവും ബെറ്റർ. ക്വിക്ക് ഔട്ട് കിട്ടും, ബട്ട് ഒരു 81 ആ ലെവലിൽ തോന്നുന്നു. ബട്ട് ഔട്ട് വൈഡ് ഓൾമോസ്റ്റ് ഒരു 89-88 ആ ലെവലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. കുഴപ്പമില്ലാത്ത പ്ലേസിനെ നമ്മളെന്തായാലും ടീമിലോട്ട് ഇറക്കിയിട്ടുണ്ട്. CF നോക്കുകയാണെങ്കിൽ 2 CF ആണ്. ഒന്ന് ഡ്രോഗ്ബയാണ്, ഒന്ന് അലക്സാണ്ടർ അർണോൾഡ്. രണ്ടുപേരും ഹെഡിന് പക്കയാണ്. നല്ല രീതിക്ക് ഹെഡ് ചെയ്യും. കുഴപ്പമില്ലാത്ത ഫിനിഷിംഗ് ഉണ്ട്, ഷൂട്ടിംഗ് പവർ ഉണ്ട്, ഫിസിക്കൽ ഉണ്ട്. മെയിനാണ് ഫിസിക്കൽ. CFന് ഏറ്റവും വേണ്ടതാണ്, CFനും AMFിനൊക്കെ വേണ്ടതാണ് ഫിസിക്കൽ. ബാക്കിന് വേണം, ബട്ട് വേണ്ടതല്ല. പിന്നെ സെക്കൻഡ് സ്ട്രൈക്കറാണ്, ക്ലൈവർട്ടാണ്. എങ്ങനെ അടിച്ചാലും ഗോളാണ്. മീൻസ് അത്യാവശ്യം നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. പിന്നെ AMF മറഡോണ, സ്കില്ലുണ്ട്, അതുപോലെ തന്നെ കേളുണ്ട്, ഷൂട്ടിംഗ് പവർ ഉണ്ട്, ഫിസിക്കൽ ഒന്നും പറയല്ല, സീനാണ്. പിന്നെ ഇതിൽ ലെഫ്റ്റ് വിങ് ഫോർവേഡ് ഇല്ല, റൈറ്റ് വിങ് ഫോർവേഡ് ഉണ്ട്. അത് നമ്മൾ യമാലാണ്. യമാലിൻ്റെ പ്രത്യേകത ഫിസിക്കൽ ഇല്ലെങ്കിലും എങ്ങനെ സ്കില്ല് ചെയ്ത് പോകും. നമ്മൾ സ്കില്ല് ഇട്ടുകൊടുത്താൽ ഓൺ സ്പോട്ടിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ ഓൺ സ്പോട്ടിൽ അവൻ്റെ ജോലി ചെയ്ത് കറക്റ്റ് കട്ട് ചെയ്തിട്ട് അടി. മീൻസ് ചില നേരത്തിൽ അടി സീനടിയാണ്. കേള് ഇടയ്ക്ക് സെറ്റാവും, ഇടയ്ക്ക് സെറ്റാവില്ല. ബട്ട് അത് എൻ്റെ സീനാണെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു പ്ലെയറാണ് യമാൽ. അപ്പോൾ അങ്ങനെ യമാലിനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ റോഡ്രിയാണ് DMFൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. കയറി പോകില്ല. പിന്നെ കയറി പോയാലും എനിക്ക് മീൻസ് അങ്ങനെ കയറി പോകില്ല. മീൻസ് സെൻറ്ററിൻ്റെ അപ്പുറത്തൊന്നും പോകില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങി വരും. ഇതിൽ 2 CB ആണ്. ഇത് മാൾഡിനാണ്, പഴയ മാൾഡിനാണ്. പഴയ യൂസേഴ്സിനൊക്കെ അറിയാം. പക്കയാണ്. ഹെഡിങ് ഉണ്ട്, ക്ലിയറൻസ് ഉണ്ട്. പെട്ടെന്ന് ബാക്ക് കൂടി വരെ വെച്ചാൽ ചെറിയ ഡൗട്ടാണ്. പിന്നെ ഈ ഡിലേറ്റ് പുതിയൊരു ഡിലേറ്റ് ആണ്, കുഴപ്പമില്ല. പിന്നെ ലെഫ്റ്റ് ബാക്ക് സീനാണ്. ഞാൻ ഇവനിട്ട് ഒന്നുമില്ല, അതിലേക്ക് ക്രോസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ CFൽ നമ്മൾ നല്ല ഹൈറ്റിലെ പ്ലേയേഴ്സാണ്. നല്ല ഹെഡിങ് ഉണ്ട്, ഫിനിഷിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്നിട്ട് ലെഫ്റ്റ് ബാക്കിനെ കില്ലാം ബാക്കാക്കി. പിന്നെ റൈറ്റ് ബാക്ക് നമ്മളെ ആരാണ്, അലക്സാണ്ടർ അർണോൾഡാണ്. നല്ല രീതിക്ക് കേളുണ്ട്, ക്രോസിംഗ് പവർ, അങ്ങനത്തെ എല്ലാതും ഉണ്ട്. പിന്നെ കീപ്പർ കസ്ലസ് ആണ്. ഇത് എനിക്ക് തോന്നുന്നത് ഫ്രീ ആയിട്ട് കിട്ടിയൊരു കസ്ലസ് ആണെന്ന് തോന്നുന്നു. എൻ്റെയൊക്കെ ഇതിന് മുമ്പും ഒരു കസ്ലസ് തന്നെയാണ്. അതേസമയം ചെറിയ വീഡിയോ കണ്ട് ഓൾമോസ്റ്റ് ഒരു 3 മിനിറ്റിന് മേലായിട്ടുണ്ട്. സോറി. ഇതാണ് നമ്മളെ സെക്കൻഡ് അക്കൗണ്ട്. ഇതെന്തായാലും നമ്മൾ ഗീവ് കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. നമ്മളെ ചാനൽ 10K ക്രോസ് ചെയ്താൽ നമ്മളെന്തായാലും ഈ അക്കൗണ്ട് ഗീവ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നുമില്ല, അത് ഞാൻ അങ്ങനെ കയറില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് അപ്ഡേറ്റ് ചെയ്യുക. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നെയിമും ഇത് തന്നെയാണ്. ജസ്റ്റ് യൂട്യൂബിൻ്റെ പേര് തന്നെയാണ്, ഡൻസോപ്പ് തന്നെയാണ്. അപ്പോൾ ഈ അക്കൗണ്ട് വേണ്ടവർ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. എപ്പോഴും പോസ്റ്റ് അപ്ലോഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്വന്തമാക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ് ചെയ്യാൻ മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് ബൈ സൈനിങ് ഔട്ട്.